കേരളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായ UDF അനുകൂല വികാരമുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിലായി ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UDF ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടും പോവുകയാണ്. മറ്റ് കാലങ്ങളിൽ കാണാത്ത വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയങ്ങളും അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. കേരളം ഏറ്റവും മുഖ്യമായി ചർച്ച ചെയ്യുന്ന 2-3 വിഷയങ്ങൾ, അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ച അല്ലെങ്കിൽ UDF ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ ശ്രീ N. വാസുവിൻ്റെ അറസ്റ്റോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. ശ്രീ N. വാസു ആണ് ശബരിമല ഗൂഢാലോചനയുടെ ആദ്യത്തെ പ്രതി എന്നുള്ളത് കാലാകാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കത്ത് അത് മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് സ്വർണ്ണപ്പാളികൾ എന്ന് എഴുതിയ കത്ത് N. വാസുവിൻ്റെ ടേബിളിൽ നിന്നാണ് അത് ചെമ്പ് തകിടായി മാറിയത് എന്നുള്ളത് കോടതി തന്നെ കണ്ടെത്തിയതാണ്. ഈ കത്ത് ഫോർവേഡ് ചെയ്ത് ദേവസ്വം പ്രസിഡന്റിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും ദേവസ്വം പ്രസിഡന്റും ആ ബോർഡ് അംഗങ്ങളും അത് ചെമ്പ് തകിട് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള ശബരിമലയിലെ സാധന സാമഗ്രികൾ കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയിൽ N. വാസുവിനും ഉണ്ണികൃഷ്ണ പോറ്റിയോടൊപ്പം തന്നെ പത്മകുമാർ അടക്കമുള്ളവർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്നതാണ്, UDF പറഞ്ഞിരുന്നതാണ്. അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അടുത്ത വിക്കറ്റ് വീഴാൻ പോകുന്നത് A. പത്മകുമാറിൻ്റെയാണ്. വാസു അറസ്റ്റിലായാൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകാൻ പോകുന്നത് വാസവനായിരിക്കും. കാരണം വാസുവിൽ നിന്ന് വാസവനിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല എന്നുള്ളതാണ് ഈ ശബരിമലയിലെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവസ്വം മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 2, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സത്യത്തിൽ ശ്രീമതി വീണ ജോർജിനെ കാലൻ കൊട്ടേഷൻ കൊടുത്ത് വിട്ടതാണോ എന്നുള്ള സംശയമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. കാരണം എവിടെ തൊട്ടാലും അവർ ഏതൊക്കെ ആശുപത്രിയാണോ നല്ലതാണെന്ന് പറയുന്നത് ആ ആശുപത്രിയിലൊക്കെ തന്നെ കുത്തഴിഞ്ഞ സംവിധാനമാണുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവർത്തിച്ചുള്ള അവിടുത്തെ കൃത്യവിലോപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാലിൽ പരിക്ക് പറ്റി കമ്പി ഇടാൻ ചെന്നാൽ കമ്പി മേടിച്ചു കൊടുക്കണമെന്നാണ് ചില രോഗികൾ പറയുന്നത്. ഇതുപോലെ കുത്തഴിഞ്ഞ ഒരു ആരോഗ്യവകുപ്പുണ്ടായ ഒരു കാലഘട്ടം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നും തീപിടുത്തമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ശുചിമുറി ഇടിഞ്ഞു വീഴുകയാണ്. സാധാരണക്കാർക്ക് ഒന്നും തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് മനഃപൂർവമായി ഇങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ഈ അവിടുത്തെ സൗകര്യങ്ങൾ കുറയ്ക്കുന്നത് എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള കുത്തക, അതായത് അമേരിക്കൻ കുത്തക മുതലാളിമാരാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകൾ മുഴുവൻ തന്നെ ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ ആശുപത്രികൾ മുഴുവൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ സർക്കാർ മേഖലയിൽ സാധാരണക്കാർ പോകുന്ന സർക്കാർ മേഖലയിലെ ആശുപത്രികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തഴിഞ്ഞ സ്വഭാവത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് വലിയ ദുരൂഹത പടർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രീമതി വീണ ജോർജിനെ പോലെ ഇതുപോലെ ഒരു കഴിവുകെട്ട ആരോഗ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ അടുത്ത കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇപ്പോൾ ഇന്നലെ ചെമ്പഴന്തി വാർഡിലെ അല്ലെങ്കിൽ ചെമ്പഴന്തിയിലെ ലോക്കൽ കമ്മിറ്റി അംഗമായ CPM നേതാവ് പറഞ്ഞത് CPM-ഉം BJP-യും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഡീൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഡീൽ നടക്കുന്നത് എന്താണ്? കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് ആ ഡീൽ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ചിഹ്നങ്ങൾ പുറത്തു വരുമ്പോൾ ജനതാദൾ സെക്യുലർ എന്ന് പറയുന്ന പാർട്ടിയുടെ ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നത് നെൽ കതിരേന്തിയ കർഷക സ്ത്രീയുടെ ചിഹ്നമാണ്. നമുക്കറിയാം അത് ദേവഗൌഡ ഉൾപ്പെടുന്ന ജനതാദൾ സെക്യുലറിന്റെ ചിഹ്നമാണ്.
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചിഹ്നം അനുവദിക്കണമെങ്കിൽ ദേശീയ പ്രസിഡന്റ് കത്ത് കൊടുക്കണം, AFM കൊടുക്കണം. ആരാണ് കേരളത്തിലെ ജനതാദളിന്റെ AFM കൊടുത്തിരിക്കുന്നത്, മേടിച്ചിരിക്കുന്നത്? വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇതിനകത്തുണ്ട് എന്നുള്ളത് വളരെ സജീവമായ ചർച്ചാ വിഷയമാണ്. ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി കേന്ദ്രമന്ത്രിയാണ്. ദേവഗൌഡയും പാർട്ടിയും NDAയുടെ ഘടകകക്ഷിയാണ്. എങ്ങനെയാണ് NDAയുടെ ഘടകകക്ഷിയായ ദേവഗൌഡ കേരളത്തിലെ LDFന്റെ ഘടകകക്ഷിയായ മാത്യു ടി തോമസിന് ഈ ചിഹ്നം കൊടുക്കുന്നത്? വലിയ ചോദ്യചിഹ്നമാണ്. എന്ന് പറഞ്ഞാൽ CPM NDAയുടെ ഘടകകക്ഷിയെ അംഗീകരിച്ചോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. NDAയുടെ ഘടകകക്ഷിയായ JDS തന്നെയാണ് കേരളത്തിലെ LDFന്റെ ഘടകകക്ഷി എന്ന് തെളിയുന്നതാണ് ഈ സംഭവ വികാസം. ഇല്ലെങ്കിൽ ഇവർ പറയണം ആരാണ് AFM കൊടുത്തത്. AFM കൊടുക്കുന്നത് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ AFM കൊടുക്കുന്നത് ദേശീയ പ്രസിഡന്റാണ്. ദേവഗൌഡയുടെ കയ്യിൽ നിന്ന് ഈ AFM മേടിച്ചത് ആരാണ്? സംസ്ഥാനത്തെ JDSന്റെ പ്രസിഡന്റായ മാത്യു ടി തോമസ് ആണ് ഉത്തരം പറയേണ്ടത്. ഇവർ 1.5 കൊല്ലമായി ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നാട്ടിലെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഈ 1.5 കൊല്ലമായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇതേവരെ പാർട്ടി പ്രഖ്യാപിക്കാത്തത്? 1.5 കൊല്ലമായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ടിയുടെ പേര് പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാത്തത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് JDS കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നത് ഈ കറ്റയേന്തിയ കർഷക സ്ത്രീ ചിഹ്നത്തിലാണോ എന്നുള്ളതാണ്.